നമസ്കാരം ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിനു മുന്നേ എന്താണ് ഈ ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മൾ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ട്. രണ്ട് നമ്പേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്താൽ, അതായത് ഓപ്പറേഷന് വിധേയമാക്കിയാൽ നമുക്കൊരു പുതിയ നമ്പറായിരിക്കും കിട്ടുന്നത്. ഇനി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന നമ്പേഴ്സിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഇത് നാലും രണ്ട് നമ്പേഴ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു നമ്പർ കിട്ടും അല്ലേ? 5 + 3 8, 5/2 2.5. അങ്ങനെ രണ്ട് നമ്പേഴ്സിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു നമ്പർ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സെറ്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് പുതിയൊരു സെറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ്, സെറ്റ്സിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഓപ്പറേഷനാണ് യൂണിയൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സിൻ്റെ യൂണിയൻ എന്ന് വെച്ചാൽ, ഞാൻ രണ്ട് സെറ്റ് എടുത്തു, എയും ബിയും എന്ന് പറയുന്ന രണ്ട് സെറ്റ് എടുത്തു. ആ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പുതിയൊരു സെറ്റായിരിക്കും. ആ സെറ്റിൽ രണ്ട് സെറ്റിലെയും, അതായത് എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും വരും. അതിൽ റിപ്പീറ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒരു തവണ എഴുതിയാൽ മതി. ബാക്കി എയിലും ബിയിലും വന്നിട്ടുള്ള എല്ലാ എലമെൻസിനെയും നമുക്ക് എവിടെ എഴുതാം? എ യൂണിയൻ ബിയിൽ എഴുതാം. ഓക്കെ, ഇനി ആ യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താണ്. അപ്പോൾ എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി എന്തായിരുന്നു? എയിലെ എലമെൻസിനെയും എഴുതണം, ബിയിലെ എലമെൻസിനെയും എഴുതണം. കോമൺ ആയിട്ട് വരുന്ന എലമെൻസിനിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് സെറ്റ്സിൽ ഒരിക്കലും എഴുതരുത്, ഒരു തവണ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇനി ഡെഫിനിഷനാക്കി നമുക്ക് ഓരോ തന്നിരിക്കുന്ന നമുക്ക് ഈ യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ ഇനി സെറ്റ് ബിൽഡർ ഫോമിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിൽ ഉള്ള എലമെൻറ്റ്സ് എക്സ് ആണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് എവിടെ ഇരുന്ന് എടുത്തതായിരിക്കും? ഒന്നെങ്കിൽ എയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആ എലമെൻറ്റ് ബിയിൽ നിന്ന് എടുത്തതായിരിക്കും. എക്സ് എലമെൻറ്റ് ഓഫ് എ ആയിരിക്കും, ഓർ എക്സ് എലമെൻറ്റ് ഓഫ് ബി ആയിരിക്കും. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി. ഈ ഓർ എന്ന് പറയുന്ന വാക്ക് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് നമുക്കിനി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് നമ്മുടെ സെറ്റിലെ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു എ എന്ന് പറയുന്ന സെറ്റ് തരുവാണ്. എ ഇ ഐ ഒ യു ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് എ ഐ ഇ കെ ആണെന്ന് വിചാരിക്കാം. എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് എയും ബി എന്ന് പറയുന്ന സെറ്റ് എ ഐ ഇ കെ എന്ന് പറയുന്നതാണെങ്കിൽ എ യൂണിയൻ ബിയിൽ ആരൊക്കെ വരും? സെറ്റ് എയിൽ എല്ലാ എലമെൻസും വരും, അതായത് എ ഇ ഐ ഒ യു. പിന്നെ ബിയിൽ എല്ലാ എലമെൻസും വരും. അപ്പോൾ അതിലും എന്തുണ്ട്? എ ഉണ്ട്. അപ്പോൾ അത് കോമൺ എലമെൻ്റ് ആണ്, നമ്മൾ ഓൾറെഡി എഴുതി. അപ്പോൾ അതിന് എഴുതണ്ട. ഐയും എഴുതി, ഇയും എഴുതി, കെ പക്ഷെ എഴുതിയിട്ടില്ല. അപ്പോൾ കെ എഴുതുക. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു കെ എന്ന് പറയുന്ന സെറ്റാണ്. ക്ലിയർ ആയോ? ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരാം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 1 2 3 ആണെന്ന് വിചാരിക്കുക. ഇതിൽ നിന്നും ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് എ യൂണിയൻ ബി ഈക്വൽ ടു എ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 1 2 3 ദെൻ ഷോ ദാറ്റ് എ യൂണിയൻ ബി ഈക്വൽ ടു എ. അപ്പോൾ
ഇത് കാണിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം തന്നിരിക്കുന്ന സെറ്റ്സിനെ എടുത്തെഴുതുക. എ എന്ന് പറയുന്നത് 1 2 3 4 5 ആണ്. ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 ആണ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കാനുള്ള? എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 എന്ന് കിട്ടി. ഇത് ഏത് സെറ്റ് തന്നെയാണ്? നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആണ് എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഹെൻസ് വെരിഫൈഡ് ആയിരുന്നു നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത്. അത് നമുക്ക് കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യൻ എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നോക്കിയേ, എയും ബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലേ? ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റാണ്. ഇവിടെ ബി സബ്സെറ്റ് ഓഫ് എ ആണ്. അങ്ങനെ വന്ന കേസിൽ എന്ത് പറ്റി? എ യൂണിയൻ ബി എടുത്തപ്പോൾ ഏത് സെറ്റ് കിട്ടി നമുക്ക്? വലിയ സെറ്റ്, അതായത് സൂപ്പർ സെറ്റാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിമാർക്കായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ബി സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ ആയിരിക്കും. സൂപ്പർ സെറ്റ് ആയിരിക്കും എയുടെയും ബിയുടെയും യൂണിയൻ എടുത്താൽ കിട്ടുന്നത്. ഏത് കേസിൽ മാത്രമാണ് ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു റിസൾട്ടായിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ.